ശ്രീ അനിൽ, ഈ പറഞ്ഞതുപോലെ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഒരു വിജയം ദിലീപിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ ചില റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നല്ലോ. അത്തരം കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ, അതുപോലുള്ള തെളിവുകൾ കോടതിയിൽ നിലനിന്നില്ല, അല്ലെങ്കിൽ കോടതിയിൽ വിജയിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്നല്ലേ ഇന്നത്തെ വിധിയിലൂടെ വ്യക്തമാകുന്നത്. ഞാൻ ഒരു കാര്യം, കുറച്ച് പഴയ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. അതായത് ഈ കേസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന തെളിവ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എത്ര പേർ മാധ്യമപ്രവർത്തകരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് ആകെ ഉണ്ടായിരുന്ന തെളിവ്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പൾസർ സുനിയുടെ വാക്കാലുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഏത് കേസിലും, ഒരു ക്രിമിനൽ കേസിൽ ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ അതിലെ ഈ പ്രതി പറയുന്ന ഒരു വാചകം മാത്രം എടുത്ത് ഒരാളെ പ്രതിയാക്കാനാണെങ്കിൽ ആരെല്ലാം കുറ്റക്കാരാകും, ആരുടെ എല്ലാം ജീവിതം തകരും? അങ്ങനെയല്ലല്ലോ. അയാൾ പറയുന്നതിനെ കൊറോബറേറ്റ് ചെയ്യാൻ, അല്ല അതിന് ഉപോത്ബലകമായി മറ്റ് സാഹചര്യ തെളിവുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ സാമ്പത്തിക ഇടപാടിന്റെ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുമായിരുന്നു. അത് തെളിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, അതുപോലെ കുറേയേറെ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പിന്നീട് പറയുന്നുണ്ട്. ദിലീപുമായിട്ട് ഏതോ സിനിമാ സെറ്റിലൊക്കെ പൾസർ സുനി നിൽക്കുന്ന കണ്ടു. ആ ഫോട്ടോ അതൊക്കെ വ്യാജമായിരുന്നത് പിന്നീട് വ്യക്തമായിട്ടുണ്ട്. ഇത് ഇൻ ക്യാമറ ട്രയൽ ആയിരുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോലീസ് ഇതിനകത്ത് വ്യാജമായി ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ആദ്യകാലത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മാധ്യമങ്ങളോട് അത് പുറത്തുവിടാനാണ് പോലീസ് ശ്രമിച്ചിരുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്ത ഒരാൾ ഞാനാണെങ്കിൽ തന്നെ പിന്നീട് പോലീസ് വേഷൻസ് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല എന്ന് തീരുമാനിച്ചു. ഞാനത് മനോരമയിലാകുമ്പോൾ ഞങ്ങൾ മനോരമയിൽ ഒരു ടീം തന്നെ അങ്ങനെ എല്ലാം പോലീസ് തരുന്നതെല്ലാം ഏറ്റെടുത്ത് വാർത്തയാക്കാൻ എല്ലാം തീരുമാനിച്ചു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത് ഇതുകൊണ്ടാണ്. കാരണം നമുക്കെല്ലാം ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പ്രകടമായ കൃത്രിമത്വം പോലീസ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പൾസർ സുനിയുടെ വാക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം. പിന്നീട് അവർ പറഞ്ഞത് പൾസർ സുനിയെയും മറ്റുമൊക്കെ ദിലീപിന്റെ ഭാര്യ നടത്തുന്ന തുണി കടയിലേക്ക്, ലക്ഷ്യ എന്ന് പറയുന്ന കടയിലേക്ക് പോയിരുന്നു എന്ന് പറയും. അവിടെ പോയിരുന്നു. പൾസർ സുനി ഇക്കാര്യത്തിൽ ദിലീപുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ, തെളിവുകൾ സൃഷ്ടിക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അയാൾ തന്നെ ജയിലിൽ നിന്ന് എഴുതിയ കത്ത്, അത് കുറച്ചു മുമ്പ് ഞാനത് ഒന്നുകൂടി എടുത്ത് വായിക്കാം. ദിലീപേട്ട, ഇത് സുനിയാണ് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് കാശിന് അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇങ്ങനെ ആ കത്ത് പുറത്ത് കാണുമ്പോൾ ഇത് ഇവർ തമ്മിൽ വളരെ ക്ലോസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയുള്ളൊരു കത്താണത്. ഇനി അത് മാറ്റിവെച്ചാൽ, അതുപോലെ തന്നെ അയാള് ഈ ഒളിവിൽ പോയ സ്ഥലങ്ങളിൽ പലയിടത്തും വെച്ച് പലരുടെ നിന്ന് പണം കടം വാങ്ങാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇത് ദിലീപിന്റെ കൊട്ടേഷൻ ആണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ അയാൾ ഈ ലക്ഷ്യയിൽ പോയിട്ടുണ്ടാകും. അങ്ങനെ പലതരത്തിൽ തെളിവുകൾ ഉണ്ടാക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ദിലീപിന്റെയോ ദിലീപുമായി ബന്ധപ്പെട്ട ആരുടെയും ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള കോൺടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ ഒരു സാമ്പത്തിക ഇടപാടോ ഒന്നും ഈ പൾസർ സുനിയുമായോ അയാൾക്കടുപ്പമുള്ളവരുമായോ നിയമവഴി തേടാൻ പൾസർ സുനിക്ക് ഇത്രയധികം പൈസ എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നിയമവഴി തേടുമ്പോൾ നമുക്കറിയാം വളരെ പണച്ചെലവുള്ള കാര്യമാണ്. പൾസർ സുനിക്ക് അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. അപ്പോൾ ആരുടെയൊക്കെ ഇടപെടൽ നടക്കുന്നില്ലേ? അല്ല, പൾസർ സുനി എത്ര പണം ചെലവാക്കി എന്നാണ് നിങ്ങളുടെ ധാരണ? ബി രാമൻപിള്ളയെ പോലെ വലിയ അഭിഭാഷകനൊന്നും ആയിരുന്നില്ല പൾസർ സുനിക്ക് ഉണ്ടായിരുന്നത്. വലിയ വിലപിടിപ്പുള്ള അഭിഭാഷകരൊന്നും ആയിരുന്നില്ല. അത് നിങ്ങളായാലും ഞാനായാലും നാളെ ഒരു കേസിൽ പെട്ടാൽ നമ്മൾ ജാമ്യത്തിനായിട്ട് ഒരു അഭിഭാഷകനെ വെക്കും, വേറെ നിവൃത്തിയില്ല. മാത്രവുമല്ല, ചില കേസിൽ ഞാൻ ചില കേസ് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയം മനസ്സിലാകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചിലരൊക്കെ നമ്മുടെ ഒപ്പം വരും. അതുപോലെ മറ്റു ചിലർ അതിന്റെ പബ്ലിസിറ്റി ആംഗിൾ കണ്ടുകൊണ്ട് ചിലർ വരും. അങ്ങനെയൊക്കെയുള്ള ചിലർ ഓരോ കാരണം കൊണ്ട് ഓരോ ആളുകൾ സഹായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പൾസർ സുനി മാത്രവുമല്ല, ഇനി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി അയാളുടെ അങ്ങനെ തീരെ ഒരു പൈസയും മുടക്കാൻ ഗതിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ വളർന്ന ഒരാളല്ല അയാൾ. അയാൾ ജാമ്യത്തിന് ശ്രമിക്കുമ്പോൾ അഭിഭാഷകനെ വെക്കും. ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നാൽ അതിന് ശ്രമിക്കും. അത് എത്രയോ കേസുകളിൽ നമ്മൾ കാണുന്നതാണ്. പ്രതികളായി വരുന്നവർക്ക് അതേ അവരുടെ മുന്നിൽ വഴിയുള്ളൂ. ഉള്ളത് വിറ്റുപെറുക്കിയായാലും അവരതിന് ശ്രമിക്കും. അപ്പോൾ അത് ഇതിന് മാത്രം കാശ് ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ ഉള്ള വാദങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ ഈ മെമ്മറി കാർഡ് വിവാദവും വിചാരണയുടെ ഗതിയെ കൂടുതൽ സങ്കീർണമാക്കി. പക്ഷെ അക്കാര്യത്തിൽ അത് നമ്മൾക്കറിയാം, 3 തവണയൊക്കെ ഇത് ആക്സസ് ചെയ്തു, ആരെ എപ്പോൾ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പോഴും അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അങ്ങനെ നിൽക്കുകയാണ്. അത് ആരാണ് ആക്സസ് ചെയ്തത്? മെമ്മറി കാർഡ് 3 തവണ ആക്സസ് ചെയ്ത് ആരാണ്? കോടതി ജീവനക്കാരാണ്, ദിലീപ് അല്ല. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. മനസ്സിൽ വെക്കുക, ഈ നമ്മൾ കേട്ട വാർത്തകളെല്ലാം തന്നെ അതിലിപ്പോ ദിലീപ്, അത് കോടതിയാണ്. കോടതി 2 തവണ എൻക്വയറി നടന്നു കഴിഞ്ഞു. അതിൽ ഇനി അതിജീവിതം മുന്നോട്ട് പോയാൽ അത് വീണ്ടും എൻക്വയറി നടക്കും. അതാണ് വേണ്ടത്. അതല്ലാതെ അതും ദിലീപിനെയുമായി നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. ദിലീപിന് അക്കാര്യത്തിൽ പങ്കുള്ളതായി ആരും കണക്കാക്കിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ.
ഞാൻ പറയുന്നത് ഇതിലെല്ലാം പോലീസ് പുറത്തുവിട്ട വാർത്തകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, വിവരങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആദ്യം വേണ്ടത്ര തെളിവില്ല. ഇത് ഞാൻ പറയുന്നത് ആ ഒരു അന്വേഷണ സംഘത്തെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നത്. പോലീസ് എല്ലാം തെളിവില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണ് എന്നല്ല. പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ രീതികളോട് പൊരുത്തപ്പെടാത്ത ഉദ്യോഗസ്ഥർ ഒരുപാട് ആളുകൾ പോലീസ് ഫോഴ്സിലുണ്ട്. ഇന്ന് രാവിലെ പോലും എന്നോട് സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യം, ഒരു കേസന്വേഷണത്തിന് അടിസ്ഥാന തത്വമാണ് തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ അങ്ങനല്ല. പ്രതി എന്ന് അവർ കണക്കുകൂട്ടി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം തെളിവ് ശേഖരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ ഉണ്ടായത്. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ എത്ര ആളുകൾ ഈ കാര്യം പേഴ്സണലി തന്നെ ഷെയർ ചെയ്യുന്നു. അത് പരസ്യമായിട്ട് പറഞ്ഞ ഒരാളാണ് ടി പി സെൻകുമാർ. ആ സമയത്ത് ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടുകൊണ്ട് ദിനേന്ദ്ര കശ്യപ് എന്നൊരു IG ഇതിനെ മേൽനോട്ടത്തിനായി നിയോഗിച്ചിരുന്നു. ആ ദിനേന്ദ്ര കശ്യപിനെ പോലും ബൈപ്പാസ് ചെയ്തുകൊണ്ട് ബി സന്ധ്യ ഇതിൽ ഇടപെടൽ നടത്തുകയാണ് എന്ന് മനസ്സിലാക്കി സെൻകുമാർ വീണ്ടും അത് തിരുത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹം റിട്ടയർ ആയി പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ബി സന്ധ്യയുടെ മാത്രം മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടന്നത്. അനിൽ, ഞാൻ രാജേഷ് ഉള്ളൂർ. ഒരുപക്ഷെ നമുക്ക് തമ്മിൽ അറിയാവുന്നതാണ്. വർഷങ്ങളായി മാധ്യമപ്രവർത്തകർ താങ്കൾ സജീവമാണ്. പല വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. ഈ വാർത്തയുമായി ഫോളോ അപ്പ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ ദിലീപിന് കോടതി നിയമപ്രകാരം കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അപര്യാപ്തമായ അല്ലെങ്കിൽ തെളിവുകളില്ല എന്ന സാഹചര്യത്തിൽ, പക്ഷേ അനിൽ ഇത്രയും നേരം സൂചിപ്പിച്ചു വരുന്നതിന് പിന്നിൽ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതിന് പിന്നിൽ ആരാണ്? നേരത്തെ ശ്രീജ ചോദിച്ചതുപോലെ തന്നെ ഇതിന് പിന്നിൽ ആരാണ്? താങ്കൾ ഇപ്പോൾ ഈ പോലീസിൻ്റെ കൃത്രിമ തെളിവുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ആർക്ക് വേണ്ടി അങ്ങനെ ഒരു കൃത്രിമ തെളിവ് ഉണ്ടാക്കുന്നു? എന്തിനാണ് ഈ ദിലീപിനെ കുറ്റക്കാരനാക്കേണ്ടതിൻ്റെ ആവശ്യകത ആർക്കാണ്? ആ ഒരു ചോദ്യത്തിനു കൂടി മറുപടി താങ്കളുടെ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. ഇനി തുറന്നു പറയാം, കാരണം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രാജേഷ് എന്റെ ചാനലിൽ ഞങ്ങളുടെ മാധ്യമ സിൻഡിക്കേറ്റിൽ എന്റെ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. തുറന്നു പറയാൻ മടിയില്ല, പേടിയില്ല. ബി സന്ധ്യ എന്ന് പറഞ്ഞ IPS ഉദ്യോഗസ്ഥയുടെ പബ്ലിസിറ്റി താല്പര്യം മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. അവർ ഈ സർക്കാരിനെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരെയും മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഒരു ഘട്ടം വരെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അത് ഈ ഒരു കേസ് മാത്രമല്ല, അവരുടെ കരിയർ എടുത്തു കഴിഞ്ഞാൽ അത് അവരെ കുറിച്ച് ഓപ്പണായി ഞാൻ അവരോട് എനിക്ക് വിരോധവുമില്ല, സ്നേഹവുമില്ല. അങ്ങനെ എനിക്ക് അവരോട് ഒരു തരത്തിലും ഈ ജോലി ചെയ്ത കാലത്തൊന്നും ബന്ധപ്പെട്ട് വാർത്ത എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പേരെടുത്ത് പറയുമ്പോൾ എന്തോ വിരോധമുള്ളതുകൊണ്ടാണെന്ന് ധരിക്കാം. അവരുടെ കരിയർ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ തന്നെ അത്തരം ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. ഒന്ന് മാത്രം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഒന്ന് മാത്രം ഞാൻ പറയാം. തൃശൂർ ഗോവിന്ദച്ചാമി പ്രതിയായ തൃശൂർ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് കൊന്ന കേസ്, ആ കേസിൽ വളരെ കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർ ഉന്മേഷ് എന്ന് പറയുന്ന തൃശൂരിലെ ഫോറൻസിക് സർജൻ, ഇപ്പൊ അദ്ദേഹം തൃശൂർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു. അവിടെ ട്രാൻസ്ഫർ ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തി അതിന്റെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞപ്പോൾ ബി സന്ധ്യയായിരുന്നു അന്ന് ആ അന്വേഷണത്തിന് മേൽനോട്ടം. ബി സന്ധ്യയും ഷേർലി വാസു, ഈയിടെ മരിച്ചുപോയി ഷേർലി വാസു, ഫോറൻസിക് സർജൻ ഷേർലി വാസു ഉൾപ്പെട്ട സംഘം അവരുടെ ഒരു പബ്ലിസിറ്റി താല്പര്യം മുൻനിർത്തി കൊണ്ട് അവർ ആ കേസിനെ വേറൊരു തരത്തിൽ കൊണ്ടുപോയി ഷേർലി വാസുവാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ആ കേസിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് കോംപ്ലിക്കേഷൻ എല്ലാം ഉണ്ടായി. ഹൈക്കോടതിയിൽ അവർ വിജയിച്ചെങ്കിലും ഗോവിന്ദചാമിക്ക് വധശിക്ഷ നേടിക്കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായി വിശകലനം ചെയ്ത് ഗോവിന്ദചാമിയുടെ വധശിക്ഷ എടുത്തു കളയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഡോക്ടർ ഉന്മേഷ് നൽകിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വിരുദ്ധമായിട്ട് ഇവരുണ്ടാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് പഴുതുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൽ മാത്രമല്ല, ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം, അതിൽ ദൃക്സാക്ഷികളായിട്ട് ഇവർ അവതരിപ്പിച്ചിരുന്ന ആളുകൾ പോലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മൊഴി നൽകിയവരായിരുന്നു. ആ പെൺകുട്ടിയെ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്ന കണ്ടു എന്ന് പറയുന്ന ഒരാള് അയാളത് നേരിട്ട് കണ്ടതല്ല. അയാളോട് ട്രെയിനിന്റെ വാതിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതാരാണെന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന്റെ പ്രോസിക്യൂഷൻ വർഷങ്ങളോളം അന്വേഷണം നടത്തിയിട്ട് കഴിഞ്ഞില്ല. ഇത്തരം സാക്ഷിമൊഴികളുമായി അവർ സുപ്രീം കോടതി പോയതുകൊണ്ടാണ് സുപ്രീം കോടതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ എടുത്തു കളഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ കേസ് അന്വേഷിക്കുന്ന, എന്നാൽ പബ്ലിസിറ്റി താല്പര്യം അതിന് മേലെ നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങളാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ കലാശിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സർക്കാരിന്, മുഖ്യമന്ത്രിക്ക് തന്നെയും ഈ തട്ടിപ്പുകൾ ബോധ്യപ്പെട്ട ശേഷമാണ് ബി സന്ധ്യയെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്താനുണ്ടായത്. അത് റിട്ടയർ ചെയ്യുന്നതുവരെയും അവർക്ക് ലോ ആൻഡ് ഓർഡറിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. പോലീസ് ചീഫ് ആകേണ്ടിയിരുന്നതാണ്, അതിന് പോലും കഴിയാതെ അവരെ മാറ്റിയത്
ഇതൊരു ട്രാപ്പായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്തത് എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയെല്ലാം അവരെ, ഞാൻ പറഞ്ഞത് സർക്കാരിന് അന്നിത് സർക്കാരിന് വലിയ നേട്ടമുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഒരു പ്രമുഖനെ അറസ്റ്റ് ചെയ്യുന്നു, മറ്റൊരു സർക്കാരാണെങ്കിൽ ഇതിന് കഴിയില്ലായിരുന്നു, ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഇതിന് കഴിയില്ലായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ പിണറായി വിജയനും സർക്കാരിനുമൊക്കെ വലിയ പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്ത ഒരു അറസ്റ്റ് ആയിരുന്നു അത്. പക്ഷെ എങ്കിൽ പോലും സർക്കാർ ബോധപൂർവ്വം ദിലീപിനെ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത് ഈ ഒരു സംഘത്തിന്റെ മാത്രം താല്പര്യത്തിൽ നടന്നതാണ്. ഇതിലെ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരോട് പോലും ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, അവരുടെ താല്പര്യത്തിന് പോയിട്ട്, ആരുടെയെങ്കിലും താല്പര്യത്തിന് പോയിട്ട് നിങ്ങൾ അവസാനം കുടുങ്ങും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന പലരും ഉണ്ടായിരുന്നു അതിൽ. പക്ഷെ അവർക്ക് ഈ ബി സന്ധ്യ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയുടെ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ലാതെ ആ സമയത്ത് വഴിയില്ലായിരുന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, പേരെടുത്ത് പറയാൻ അറിയുന്ന ബൈജു പൗലസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ വളരെ നല്ല ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷേ ഇതുപോലുള്ള ചില നിർദ്ദേശങ്ങളെ പരിഗണിക്കാതെ അവർക്ക് സ്വന്തം നിലയ്ക്ക് അന്വേഷണം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ഈ നിലവരെ ഇതിനെ കൊണ്ടെത്തിക്കുകയും ഈ വിധി ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അനിലിന് പണ്ട് മുതൽ പോലീസുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ തുടക്കത്തിൽ ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു സാഹചര്യം, ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു, ജഡ്ജിയെ മാറ്റി, മാത്രമല്ല 2 പ്രോസിക്യൂട്ടർമാർ ഇതിൽ നിന്ന് പിൻവാങ്ങി, ഈ 90 കേസുകൾ സുപ്രീം കോടതി വരെ സുപ്രീം കോടതിയിലെ ദിലീപ് കൊണ്ടുപോയപ്പോൾ അതൊക്കെ തടസ്സഹർജിയുമായി ഒപ്പം ഈ അതിജീവിതയും ഉണ്ടായിരുന്നു. അപ്പോൾ പോലും സംശയത്തിൻ്റെ മുൾമുനയിൽ ഈ അന്വേഷണം നിൽക്കുകയാണ്. പലപ്പോഴും തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ എന്ന സംശയം പോലും അതിജീവിതയും പ്രോസിക്യൂട്ടറും ഒക്കെ, ക്ഷമിക്കണം, അതിജീവിതയുടെ അഭിഭാഷക പോലും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിചാരണ വേളകളിൽ പോലും വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി വിചാരണ വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പല മൊഴികളും പുറത്തു പോകുന്ന സാഹചര്യം മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത ഈ കേസുമായി മുന്നോട്ട് പോയത്. അവിടെയൊക്കെ ഉയരുന്ന ഒരു ചോദ്യം, ഇതിന് പിന്നിൽ ആരോ ഉണ്ട്, ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. അങ്ങനെ പലതും ചോർത്തി കൊടുത്തുകൊണ്ട് സാഹചര്യ തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ? ദിലീപിന് എതിരെ ഇപ്പോൾ കുറ്റമില്ല, കുറ്റവിമുക്തനായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തെളിവുകളില്ല എന്നുള്ളതാണ് സത്യം. രാജേഷ് കുറേയേറെ ചോദ്യങ്ങൾ ഒരുമിച്ച് ചോദിച്ചു. ഞാൻ ഓരോന്നോരോന്ന് ഓർത്ത് പറയാൻ ശ്രമിക്കാം. അതായത് ഒരുപാട് അവസാനം പറഞ്ഞൊരു കാര്യം, ഒരുപാട് വിവരങ്ങൾ, രേഖകൾ ചോർത്തി വിവരങ്ങൾ പുറത്തു വന്ന് അതിജീവിത അതിനെ അതിജീവിച്ചു എന്ന് പറയുന്നു. ഒരു കാര്യം ആലോചിക്കുക, ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്ന ഏത് വഴിക്കാണ്? ബി രാമൻപിള്ളയുടെ കയ്യിൽ നിന്നോ ദിലീപിന്റെ കയ്യിൽ നിന്നോ അല്ല വാർത്തകൾ പോയത്. വാർത്തകൾ ഉണ്ടായത് മുഴുവൻ അന്വേഷണ സംഘത്തിന്റെ പക്കൽ നിന്നാണ്. അതിജീവിതയ്ക്കെതിരെ വാർത്തകൾ ചെയ്യാനാണെങ്കിൽ അവരുടെ ഈ പ്രതിഭാഗത്തിന്റെ വാദങ്ങളൊക്കെ സഹിതം എന്തെല്ലാം രേഖകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതൊന്നും വാർത്തയായിട്ടില്ല. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കി അറിയാം. അതിജീവിതയ്ക്കെതിരെ അങ്ങനെ കാര്യമായ വാർത്തകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ദിലീപിനെതിരെയാണ് ഈ വാർത്തകളൊക്കെ വന്നിരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ദിലീപ് കാവ്യമാധവന്റെ പേര് മറ്റു ചില കോഡ് ഉപയോഗിച്ചാണ് ഫോൺ സേവ് ചെയ്തിരുന്നത് അടക്കം അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ തക്കവണ്ണമുള്ള വാർത്തകളെല്ലാം പോലീസ് പുറത്തുവിട്ടതാണ്. എനിക്കറിയാം പോലീസ് ഏത് വഴിക്കാണ്, ആരെല്ലാം വഴിയാണ്. ഈവൻ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചിലരൊക്കെ ഈ പോലീസിന്റെ കള്ളക്കഥകൾ ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങാൻ തുടങ്ങിയ ശേഷം പിന്നീട് ചില ഓൺലൈൻ മാധ്യമങ്ങളെ പിടിക്കാൻ വേണ്ടി പോലീസ് ഏതെല്ലാം വഴിക്ക് ശ്രമിച്ചു എന്നുള്ള എന്റെ കയ്യിൽ നിന്ന് പോലും കോൺടാക്ട് നമ്പർ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ഞാനതൊക്കെ ഇതുവരെ അവിടുത്തെ പറയാത്തതാണ്, ഇപ്പൊ പറയുന്നതാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ചില മാധ്യമങ്ങൾ എല്ലാം പറയുന്നില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനല്ലേ, ഞാൻ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ. എനിക്കറിയാമല്ലോ എന്റെ സഹപ്രവർത്തകരായവരൊക്കെ എത്രയാണ് പോലീസിന്റെ വാദങ്ങളെ തൊടാതെ വിഴുങ്ങിയത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ. നമ്മളെല്ലാം മാധ്യമ പ്രവർത്തകരല്ലേ, നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരല്ലോ. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ അതിജീവിതയ്ക്ക് ഇക്കാര്യത്തിൽ നിരാശ ഉണ്ടാകേണ്ട യാതൊരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘട്ടത്തിൽ അവർക്ക് കുറച്ച് നിരാശ ഉണ്ടാകാം. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രാജേഷ് ശ്രദ്ധിക്കുക, അതായത് അതിജീവിത ഈ കേസിൽ ഒരു ഘട്ടം വരെയും ദിലീപിനെതിരെ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അവരിതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞതല്ല. ദിലീപിനെതിരെ അവർ അവസാനം എനിക്കൊന്ന് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലും കണ്ടു കൊടുത്ത ഒരു അഫിഡവിറ്റിൽ മാത്രമാണ് ദിലീപിനെ കുറിച്ച് അവർ പരാമർശിക്കുന്നത്. അതല്ലാതെ അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം അതിനകത്ത് ദിലീപ് ഉണ്ടെന്ന്? അവരെ അവരോട് ക്രൂരമായി പെരുമാറി ആ അവസരങ്ങളിലൊന്നും ദിലീപിന്റെ പേരൊന്നും ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല, പൾസസുനി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇക്കാര്യത്തിൽ ദിലീപിനെ പ്രതികൂട്ടിൽ നിർത്താൻ അവരെ ബോധപൂർവ്വം ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഘട്ടം വരെയും. അതിനുശേഷം പിന്നെ അവരുടെ മേൽ വലിയ പ്രഷർ വരുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥ അതുപോലെ അവരുടെ ചില സഹപ്രവർത്തകർക്ക് വഴി ഈ അതിജീവിതയുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. അതിജീവിത ഏറെക്കുറെ നിസ്സഹായ അവസ്ഥയിലായി പോയ ശേഷമാണ് ദിലീപിന്റെ പേര് പറഞ്ഞ് അവർ അഫിഡവിറ്റ് കൊടുക്കുക ചെയ്യുന്നത്. അതല്ല അതുവരെയും അവർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വാർത്തകൾ മറ്റൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. തന്നോട് വിരോധം തോന്നാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ മൊഴി നൽകി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു.
ദിലീപിന് തന്നോട് മൊഴി നൽകാൻ ഈ മൊഴി നൽകാന്ന് പറഞ്ഞത് 161 സ്റ്റേറ്റ്മെന്റ് പോലീസ് എഴുതി ചേർക്കുന്ന പലതും കേട്ടില്ല. അതെ, ദിലീപിന് തന്നോട് വിരോധമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കാവ്യയുമായുള്ള ബന്ധം ദിലീപിനെ അറിയിച്ചത് താനാണ്. അത്തരത്തിൽ ഒരു വൈരാഗ്യം തന്നോടുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ദിലീപിന് വിരോധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഉണ്ട്. ദിലീപിന് വിരോധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയാമല്ലോ, അത് സ്വാഭാവികമല്ലേ? അത്തരത്തിൽ ദിലീപ് അവരോട് പെരുമാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് സിനിമകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അവരുടെ അവസരങ്ങൾ തട്ടി ഒരുപാട് ശ്രമങ്ങൾ, അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എനിക്കറിയാം ദിലീപ് സംസാരിച്ചു എന്നുള്ളത്, റിഹേഴ്സൽ ദിനത്തിൽ സംസാരിച്ചു എന്നുള്ള തരത്തിൽ മൊഴികളും വന്നിട്ടുണ്ടായിരുന്നു, സാക്ഷിമൊഴികൾ ഉണ്ടാകാം. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ വിഷയം എന്താണ്? പച്ചയ്ക്ക് കത്തിക്കുന്നല്ലേ പറഞ്ഞത്? ഈ കേസിൽ ഇവർ പറഞ്ഞ പോലെ റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞതായിട്ട് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഇത് വേറൊന്നാണ്, ഈ കേസ് വേറൊന്നാണ്. അവര് തമ്മിൽ വിരോധം ഉണ്ടാകാം, വിരോധം പലതരത്തിൽ തീർക്കാം. ഇപ്പൊ നമുക്ക് വിരോധമുള്ള നമ്മൾ വളരെ ക്രൂരമായി പെരുമാറ്റുന്ന ഒരാളെ കുറിച്ച് കൊന്നുകളയും എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത് രോഷം കൊണ്ട് പറയാറുണ്ട്. എന്നിട്ട് കൊല്ലാൻ വേണ്ടിയാണോ? അപ്പോ അങ്ങനെയൊക്കെ വിരോധമുണ്ടാകാം. ആ വിരോധം പലതരത്തിൽ ഒരുപക്ഷെ തന്റെ കുടുംബജീവിതം തകർത്തത് ഈ അതിജീവിതയാണ്. അതുകൊണ്ട് അതിജീവിതയുടെ കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ചിരുന്ന സമയമാണ്. അതുകൊണ്ട് അവളുടെ ജീവിതം തകരട്ടെ എന്ന് കരുതി ഇത്തരത്തിൽ നടത്തിയൊരു നീക്കമായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. വ്യാഖ്യാനമല്ലേ? നിയമത്തിന് അത് മുന്നിൽ അത് വാല്യൂ ഇല്ലല്ലോ, വ്യാഖ്യാനമല്ലേ? അതാ ഞാൻ പറയുന്നത്. രാജേഷ് കുറച്ചു മുമ്പ് ചോദിച്ചതിൽ ഞാൻ പ്രധാനമായിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം വിട്ടുപോയി. അത് എന്തായിരുന്നു ഒന്നുകൂടെ ഓർമ്മിക്കുകയാണെങ്കിൽ ഞാനത് പറയാം. ഓരോന്നിനും മറുപടി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. അല്ല, ഞാൻ അത് സമയപരിമിതി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് അതായത് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞാൻ ഈ പ്രധാനമായും ഈ കേസിൻ്റെ തുടക്കം അനിൽ സൂചിപ്പിച്ച കാലം നമുക്കതിൻ്റെ വളരെ പുറകിലേക്ക് പോകണ്ട. ഈ കേസ് 8 വർഷമായി ഈ നിയമ പോരാട്ടം നടക്കുമ്പോൾ അതിനെല്ലാം ഓരോ സ്റ്റേജിലും അതിജീവിത അതിനെതിരെ തടസ്സ ഹർജി കൊടുക്കുകയാണ്. കാരണം ദിലീപ് പല തരത്തിൽ, അതായത് ദിലീപ് ഇപ്പോൾ കുറ്റം വിമുക്തനാണ്, കുറ്റം തെളിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ അതിന് തൊട്ട് മുമ്പുള്ള കാര്യം ഓർത്തു വെച്ച് ഞാൻ പറയുകയാണ്. ദിലീപ് ഓരോ സ്റ്റേജുകൾ പോകുമ്പോൾ പോലും അതിനെതിരെ അതിജീവിത അതിൽ തടസ്സ ഹർജി നൽകുകയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഇലക്ട്രോണിക്സ് തെളിവുകൾ പോലും പുറത്തു പോകുന്ന സാഹചര്യം, മൊഴികൾ പുറത്തു പോകുന്നു. അപ്പോൾ അനിൽ സൂചിപ്പിച്ച ഞാൻ അത് കേട്ടു, അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പോവുകയാണെന്ന്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്ത് താല്പര്യമാണ് ഇങ്ങനെ ചോർത്തി കൊടുക്കുക എന്നുള്ളത്? എങ്കിൽ ഈ ചോർത്തി എടുക്കുന്നവർക്ക് എന്തോ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈ അനിലിനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ഒരുപക്ഷെ ഒരു കുറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഇപ്പോഴും ഈ ദിലീപിൻ്റെ ഇപ്പോൾ വന്ന വിധിയെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു കുറ്റം കൃത്യമായ ഒരു കുറ്റവാളി, ഒരു ക്രിമിനൽ കുറ്റവാളിക്ക് ഒരു കുറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രതിയെ കൊടുത്താൽ മാത്രം മതി, നിയമത്തിനൊരു പ്രതിയെ കൊടുത്താൽ മാത്രം മതി എന്ന് അനിലിനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. അനിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. കാരണം ഈ വിചാരണ വേളയിലെല്ലാം കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നും അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ തെളിവില്ല എന്ന കാര്യത്തിലേക്ക് മാത്രം ഒതുക്കിക്കൂട്ടി അത് ഒരാൾക്കൊരു കുറ്റവിമുക്തനാക്കുകയാണ്. ഇനി അനിൽ പറഞ്ഞതിലേക്ക് ഞാൻ വരുന്നു. എൻ്റെ ചോദ്യം വ്യക്തമായെന്ന് തോന്നുന്നു. അനിൽ പറഞ്ഞതിലേക്ക് വരുന്നു. ഈ കോടതിക്ക് വേണ്ടത് തെളിവാണ്. ആ തെളിവ് കൃത്യമായി പ്രോസിക്യൂഷന് നൽകാൻ കഴിഞ്ഞില്ല എന്നത് സമ്മതിക്കുന്നു. അനിൽ ഏത് രീതിയിൽ ഇതിനൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം രാജേഷിനോട് പറയാം. ഇപ്പോഴല്ല, 2017 മുതൽ എന്റെ നിലപാട് തന്നെയാണ്. മനോരമ ന്യൂസിൽ ഞാൻ ചെയ്ത വാർത്തകളുണ്ട് ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾക്കെതിരെ. അതിൽ ഒന്നാമത് വാർത്ത ഞാൻ പറഞ്ഞുതരാം. അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ്, പിന്നെ എന്നിടയ്ക്ക് ചോദിച്ചൊരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് പോകാം. ഉദ്യോഗസ്ഥർക്ക് എന്താണെങ്കിൽ ചോർത്തി കൊടുക്കാൻ താല്പര്യം, ഉദ്യോഗസ്ഥർക്കല്ലേ താല്പര്യമുള്ളൂ, അവരല്ലേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അറസ്റ്റ് നീതിയുക്തമാണെന്ന് അവർക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർ ദിലീപിനെതിരെ കിട്ടാവുന്ന തരത്തിലുള്ള എല്ലാ മൊഴികളും, ദിലീപിനോട് വിരോധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അയാളുടെ കയ്യിലിരിപ്പുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലാതെ കെട്ടിച്ചമച്ച് ആരോപണങ്ങൾ ഉണ്ടാകാം. അത്തരം മൊഴികൾ പുറത്തു വിടുക എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ താല്പര്യമാണ്. എങ്കിലേ ദിലീപ് അവരുടെ നടപടികൾ ന്യായമായിരുന്നു അവർക്ക് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ. അതിനുവേണ്ടി അവർ തന്നെയാണ് മാധ്യമങ്ങളുടെ എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നുകൂടെ പറയാണ്, ഞാനൊരു മാധ്യമപ്രവർത്തകൻ 25 വർഷമായിട്ട് ഇവിടെയുണ്ട്. ഈ കേസ് വരുമ്പോഴൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് ഇതിനുള്ളിൽ നിന്ന് കാണുന്ന ആളല്ലേ, പുറത്തു നിന്ന് കാണുന്ന ആളല്ലല്ലോ. പിന്നെ ഇതിൽ ഒരു കാര്യം, ഞാൻ ആ തുടക്കത്തിൽ ഒരു കാര്യം, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എഴുതി വെച്ചിരുന്ന ഒരു കാര്യം, പൾസർ സുനിയുടെ കത്ത് ജയിലിൽ നിന്ന് വരുമ്പോൾ വന്ന ശേഷം ദിലീപ് പോലീസിൽ പരാതി കൊടുക്കാൻ വൈകി. ആ സമയമെല്ലാം ദിലീപ് പൾസർ സുനിയുമായി ബാർഗെയിൻ ചെയ്ത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ്
റിമാൻഡ് റിപ്പോർട്ട് എഴുതി വെച്ചത്. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ല, 2017 അറസ്റ്റിന് ശേഷം 2017 ജൂലൈ 10 അറസ്റ്റ് ചെയ്തത്. അതിന് പിറ്റേന്ന് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇതിനെതിരെ അന്ന് വാർത്ത ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയുമോ? അതായത് പൾസർ സുനിയുടെ ആയിട്ട് ദിലീപ് ബാർഗൈൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നില്ല. അത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ദിലീപ് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്ത 3-4 തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് ഡിങ്കൻ എന്ന് പറഞ്ഞ സിനിമയുടെ പൂജയ്ക്ക് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ലോകനാഥ് ബെഹ്റ DGP ആയിരിക്കും അദ്ദേഹം പോയിരുന്നു. അദ്ദേഹത്തെ അവിടെ വെച്ച് നേരിട്ട് കണ്ട് ദിലീപ് പരാതി കൊടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് ഇമെയിലായിട്ട് പരാതി അയക്കുന്നുണ്ട്. ഇതുകൂടാതെ സിനിമ പ്രൊഡ്യൂസർ M രഞ്ജിത്ത് വഴി പരാതി തിരുവനന്തപുരത്ത് വെച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒട്ടേറെ തവണ ദിലീപ് ലോക്നാഥ് ബെഹ്റയെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ആ ഫോണിന്റെ കോൾ റെക്കോർഡ്സ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അത് അന്ന് മുതൽ പരസ്യമായി മനോരമയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇങ്ങനെയെല്ലാം ദിലീപ് പോലീസ് മേധാവിയെ നേരിട്ട് അപ്രോച്ച് ചെയ്ത് പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്തെക്കുറിച്ചാണ് അന്വേഷണ സംഘം ദിലീപിന്റെ അറസ്റ്റിന് ശേഷം പറയുന്നത്. ദിലീപ് പരാതി കൊടുക്കാൻ തയ്യാറാകാതെ പൾസർ സുനിയുമായി ബാർഗൈൻ ചെയ്യായിരുന്നു എന്ന് പറയുന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് ചോദ്യം ചെയ്യണ്ടേ? അങ്ങനെ ഞാൻ അന്ന് പോലെ പറഞ്ഞല്ല, അനിൽ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഈ കോടതി മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ള വസ്തുത നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞാൻ നേരത്തെ ബി സന്ധ്യ എന്ന ഉദ്യോഗസ്ഥയെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ഇത് ഇവരുടെ ആദ്യത്തെ കാര്യമല്ല. അവരുടെ ഗോവിന്ദസ്വാമി പ്രതിയായ കേസിൽ ഒരു വീഴ്ചയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പബ്ലിസിറ്റി താല്പര്യത്തിൽ പോയി ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബി സന്ധ്യ ASP ആയിരുന്ന കാലത്ത് തൃശ്ശൂരിൽ ഇതൊന്നും ഇതുവരെ പുറത്തു പറയാത്ത കാര്യമാണ്. ഈ വിധി ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഇപ്പൊ പറയുന്നത്. തൃശ്ശൂർ ASP ആയിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് 87 or 90 മറ്റോ ആണ്. ആ സമയത്ത് തൃശ്ശൂരിൽ ഒരു കള്ളുഷാപ്പ് കോൺട്രാക്ടറുടെ ഒരു റേഞ്ചിലുള്ള കുറെ ഷാപ്പുകൾ ഒരുമിച്ച് റെയ്ഡ് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിൽ പക്ഷെ നടപടിക്രമങ്ങൾ പാലിക്കാതെ, ഇപ്പോഴൊക്കെ ഈ കേസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നടപടിക്രമങ്ങൾ പാലിക്കാതെ തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞ് കോടതി വന്നപ്പോൾ കോടതി ചോദ്യം ചെയ്യുന്ന അവസ്ഥയായി. ഈ കേസിൽ ഈ ഹണിയം വർഗീസ് ചോദിച്ചതുപോലെ ചില ചോദ്യങ്ങൾ അന്നത്തെ ജഡ്ജി ചോദിച്ചു. എന്താണ് സംഭവിച്ചത്? അവർ കോടതി മാറ്റണമെന്ന് പറഞ്ഞ് പോയി, ഹൈക്കോടതി പോയി, നടന്നില്ല. സുപ്രീം കോടതി പോയി, നടന്നില്ല. തിരിച്ച് ആ കേസിൽ വന്ന് വിചാരണ നടത്തി, കേസ് തോറ്റുപോയി. അപ്പോ അവരുടെ വാദങ്ങൾ, അവരുടെ ഇത്തരം തട്ടിപ്പുകൾ നിലനിൽക്കില്ല എന്ന് തോന്നുമ്പോൾ എപ്പോഴും ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് ഓടുന്ന അവരുടെ പതിവായിരുന്നു. അന്ന് മുതൽ ASP ആയിരുന്ന കാലം മുതൽ. ഇപ്പൊ DGP റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോ അത് തന്നെയാണ് ഈ കേസിലും ഉണ്ടായത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇത് ഞാൻ പറയുന്നത്, ഇത് അന്നത്തെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാജമൊഴി കൊടുക്കേണ്ടി വന്നവർ, പോലീസിനകത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ പറ്റുള്ളൂ, മേലുദ്യോഗസ്ഥർ പറഞ്ഞനുസരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ വ്യാജമൊഴി കോടതിയിൽ കൊടുക്കേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിലുണ്ട്. അതുകൊണ്ടാണ് പുറത്തു പറയാൻ കഴിയാത്തത്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഈ കേസിൽ ഇവർ കോടതി മാറ്റാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, അനിലെ സന്ധ്യ മേഡം ഇങ്ങനെയല്ല, ഇപ്പോഴല്ല ഇത് തുടങ്ങിയത്, പണ്ടേ ഇങ്ങനെ തന്നെയാണ്. അവർ പിടിക്കുന്നിടത്ത് കോടതി എത്തിയില്ലെങ്കിൽ ഇതാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്തിന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വസ്തുതകളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ കാണാതെ പോയിട്ട് കാര്യമുണ്ട്. നമ്മളെയൊക്കെ വെറുതെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ ഇത്തരം വാദങ്ങളും കാര്യങ്ങളും അന്ന് അങ്ങനെ വാദിച്ചില്ലേ. ഈ വാദങ്ങൾ ആര് കൊണ്ടിരുന്നാണ്? പോലീസ് എഴുതിയെടുക്കുന്ന മൊഴിയാണ്. ഈ വ്യാജമായി അറസ്റ്റ് ചെയ്ത പോലീസ് തന്നെ എഴുതിയെടുക്കുന്ന മൊഴികളാണ് നമുക്കൊക്കെ തന്ന് നമ്മളെ കൊണ്ട് വാർത്തയാക്കിക്കുന്നത്. നമ്മൾ വീണ്ടും അത് വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. കോടതി ഇങ്ങനെ ഒരു വിധി പറയുമ്പോഴെങ്കിലും നമ്മൾ അതിനൊപ്പം നിൽക്കണ്ടേ, അതിനൊപ്പം ചിന്തിക്കാൻ നമുക്ക് കഴിയണ്ടേ. ഇനി അതിന്റെ ഓർഡർ വരട്ടെ. നിങ്ങളിപ്പോ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടികൾ, അവർ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കണ്ടു എന്ന് പറയുന്നത്, സിനിമയുടെ സെറ്റിൽ അവർ ഒരുമിച്ച് ഫോട്ടോയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള മറുപടി ആ വിധിയിൽ ഉണ്ടാകാതിരിക്കില്ല. താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയുകയാണ്. ബി സന്ധ്യ, താങ്കൾ ആരോപണം ഉന്നയിച്ച ബി സന്ധ്യയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഗൂഢാലോചന വെല്ലുവിളിയാണ്, വിധി അന്തിമമല്ല, അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ ഇരയ്ക്കൊപ്പം ഉണ്ടാകും, അന്തിമ വിധി ആയിട്ടില്ലല്ലോ, കാത്തിരിക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ബി സന്ധ്യ മറിച്ചെന്തെങ്കിലും പറയും നിങ്ങൾ കരുതിയിരുന്നോ? അവർക്ക് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ, ഇതല്ലേ അവർ പറയേണ്ടത്. ഒരു പോലീസ് ഈ അന്വേഷണം ഈ വിധം എത്തിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇതല്ലേ പറയാൻ കഴിയൂ, മറ്റെന്ത് പറയും? സന്ധ്യക്ക് ഈ കേസിലുള്ള താല്പര്യം എന്താണ് അല്ലേ? താങ്കൾ പറയുന്ന പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി ദിലീപ് ഇരയാക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ഈ ഡിസ്കഷൻ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സന്ധ്യയുടെ പ്രതികരണം വന്നു പറഞ്ഞപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഈ ചർച്ച കണ്ടിട്ട് മറ്റേ അവർ പ്രതികരിച്ചാണെന്ന് കരുതി. വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ, സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇതുവരെ അവരോട് സംസാരിച്ചിട്ടില്ല, സാഹചര്യം സംസാരിക്കാൻ കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിച്ചത് സന്ധ്യക്ക് ഈ കേസിനോടുള്ള പ്രത്യേക താല്പര്യം അല്ല. കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, പബ്ലിസിറ്റി താല്പര്യം അത് മാത്രമേ ഉള്ളൂ. എല്ലാ കേസിലും പബ്ലിസിറ്റി കിട്ടുന്ന എല്ലാ കേസിലും അതിന് പരമാവധി മുതലെടുക്കുക എന്നുള്ളത് അവരുടെ താല്പര്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ്. മറ്റ് മുമ്പത്തെ കേസുകളിലൊക്കെ സംഭവിച്ചാലും ഞാൻ പറഞ്ഞില്ലേ അത്. അതിന്റെ കൂട്ടത്തിൽ സിനിമയെ നോക്കുകയുള്ള മറ്റു പലരുടെയും പ്രേരണ അവർക്കുണ്ടായി. അപ്പൊ അതുകൊണ്ട് എന്ത് പബ്ലിസിറ്റി ആയിരുന്നാലും അതിനൊന്നും ലൈഫില്ലെന്നുള്ള കാര്യം ഒരുപക്ഷെ അനിലിനും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യമല്ലേ. ഒരു കുപ്രസിദ്ധിയൊക്കെ നേടുക എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായും എന്തിൻ്റെ പേരിലായിരുന്നാലും ഒക്കെ പ്രസിദ്ധി നേടിക്കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. അവനവൻ്റെ കഴിവനുസരിച്ച് അവൻ ഉയർന്നു വരിക എന്നുള്ളതല്ലേ. അത് മാത്രമല്ലേ ലോകം അംഗീകരിക്കുകയുള്ളൂ, കൂടെ ഉള്ളവരും അംഗീകരിക്കുകയുള്ളൂ.
ഇത്രയും ഒരു ഉന്നത ഉദ്യോഗസ്ഥയ്ക്ക്, ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് എന്ത് താല്പര്യം? പറയൂ രാജേഷ് ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ളൊരു ലോക തത്വം നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇപ്പോഴും ഈ കോടതി വിധി വന്ന ശേഷം പോലും ഇതിന്റെ പേരിൽ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അവർ പറയുന്നതും അവരുടെ സംഘം പുറത്തുവിട്ട വാദങ്ങൾ വിശ്വസിച്ചതുകൊണ്ടല്ലേ? അങ്ങനെ ഒരുപാട് ആൾക്കാരെ, ജനകോടികളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് അവർക്ക് മികച്ച ഓഫീസറുടെ പ്രതിച്ഛായ ഉണ്ടായത്. അല്ലാതെ ഈ അവരുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്, ഏറ്റവും പബ്ലിസിറ്റി ഉണ്ടാക്കിയ, എല്ലാ കാലത്തും ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന ഒരു കേസാണിത്. അതിലവരിങ്ങനെ അവർക്ക് ഇത്രയും ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റില്ലേ? ദിലീപിനെ പോലെ ഒരാളുടെ സ്റ്റാൻഡം തകർത്ത് അയാളെ ഈ വിധമാക്കാൻ കഴിഞ്ഞില്ലേ? നമ്മൾ പിന്നെ എന്നോ വരാനിരിക്കുന്ന ആത്യന്തികമായ ലോകനീതിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് കാര്യമുണ്ടോ? നിലനിൽക്കില്ല, ഇതുകൊണ്ടുണ്ടാക്കുന്നത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഒരാളുടെ ഫാമിലി, അയാളുടെ ഭാഗത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇത്തരം അവസ്ഥ ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞില്ല, അയാൾ നിരപരാധിയാണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ അയാൾക്കെതിരെ തെളിവില്ലാതെയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതിന് രണ്ടായിട്ട് കാണണം. അയാൾ അയാൾ പാവമാണ് എന്നല്ല ഞാൻ പറയുന്നത്. അയാൾ ഒരുപാട് കുഴപ്പങ്ങൾ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെയാണ് ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കില്ല. അയാൾ ഈ കേസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അനുഭവിക്കണം. ഈ കേസിൽ അയാൾ ചെയ്തതിന് തെളിവില്ല. അതാണ് ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നത്. പോലീസ് ബീറ്റ് നോക്കിയതിന്റെ അനുഭവമാണോ ഇതിനിപ്പം മുതൽക്കൂട്ടായി സംസാരിക്കുന്നത്? സംശയം എന്താ രാജേഷ്? അത് തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ കള്ളക്കേസുകൾ കാണുന്നില്ലേ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. പോലീസ് എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ, അതായത് ഞാൻ ഈ 25 വർഷം ജോലി ചെയ്തതിൽ ഒരു 20 വർഷത്തിലേറെ പോലീസ് ബീറ്റ് ആണ് സജീവമായിട്ട് നോക്കിയിട്ട് മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പോലീസ് ബീറ്റ് നോക്കുന്നവരുടെ ധാരണ പോലീസുമായിട്ട് ഒട്ടി നിന്നാൽ മാത്രമേ നല്ല വാർത്തകൾ കിട്ടൂ എന്നുള്ളതാണ്. പക്ഷേ പോലീസുമായിട്ട് എതിരിട്ട് നിന്ന്, അല്ലെങ്കിൽ പോലീസ് എടുത്തിട്ടുള്ള കള്ളക്കേസുകളെ പൊളിച്ചു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ന് കരുതി പോലീസിന് അനുകൂലമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നല്ല. ഈ കാലം വരെ ഞാൻ അങ്ങനെ പോലീസിനെ വിമർശിക്കാനുള്ള അങ്ങേയറ്റം വിമർശിച്ചു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ അത് പോലീസിനെതിരെ അങ്ങനെ ചെയ്തിട്ടുള്ളത് പോലെ അധികം ആരും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകൾ കീറി മുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് തയ്യാറാകുമ്പോൾ ഈ പോലീസിനുള്ളിൽ തന്നെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് അതിനാവശ്യമായ ഇൻപുട്സ് തരും. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഈ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന അറിഞ്ഞപ്പോഴാണ് എന്നോട് ഒരു ഓഫീസർ, അനില സന്ധ്യ മാഡം, അന്ന് മുതലേ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നതാണ്. അത് കഥ പറഞ്ഞാൽ മാത്രമല്ല, ഞാൻ ഓൺലൈനിൽ ആ കേസിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഞാനത് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യണമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അത് നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട്, അല്ലാതെ എല്ലാവരും ഇതിന് കൂട്ടു നിൽക്കുന്നവരല്ല. യെസ്, എന്തായാലും അനിലിന്റെ നിലപാടുകൾക്കെതിരെ വിമർശനം ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അങ്ങനെയാണ് സ്വന്തം ഒരു സ്ഥാപനത്തിലേക്ക് കൂടി ആലോചിച്ച് തുടങ്ങിയതും പ്രവർത്തിച്ചു തുടങ്ങിയതും. ഞാൻ അതിലേക്ക് വരാം. ഞാനത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോൾ പിന്നെ അതിജീവിതയുടെ മുമ്പിലുള്ളത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, ഞാൻ പറയുന്നത് നമുക്ക് ഇതിലേക്ക് വരാം, ദിലീപിന്റെ കേസിലേക്ക് തന്നെ വരാം. അതായത് നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ രാജേഷ്, ഒരു കേസിനെ കുറിച്ച് പറയുമ്പോൾ ആ കേസിനെ കുറിച്ചല്ല പറയേണ്ടതുള്ളൂ. സ്വന്തം സ്ഥാപനത്തിലെ എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ അങ്ങനെ പറയുന്നത്? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് തെറ്റിദ്ധരിച്ചതാണല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചതാണ്. ക്ലാരിഫൈ ചെയ്യൂ അതൊന്ന്. അല്ല, അതായത് അനിൽ പറഞ്ഞത് യെസ്, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അതായത് അനില് ഈ സ്വന്തം എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായ ഒരു നിലപാടിലേക്ക്, അതായത് നമുക്ക് ഈ ഒരു കാര്യം പറയണമെന്ന് ഇത്ര ധൈര്യത്തോടു കൂടി പറയാൻ ഇപ്പോൾ അനിലിന് കഴിയുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്ഥാപനത്തിൻ്റെ കാര്യം പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതെടുത്ത് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഒരു കാര്യത്തെ, ഒരു തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ഒരു എന്താ പറയുക, ഒരു ധൈര്യം. അത്രയും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും തെറ്റായി പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അനിൽ കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. സ്ഥാപനത്തെ കുറിച്ച് നെഗറ്റീവ് പറയില്ല. ആ സ്ഥാപനം, ഞാൻ അവിടെ നിന്ന് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത കാലത്തുള്ള സ്ഥാപനം എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണ് കേട്ടോ. യെസ്.